എന്ത് മേഖല വെച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ മേഖല കർത്താവെ നീ പ്രവർത്തിക്കണം. അന്ധകാരം ഇവരെ വിട്ട് കളയണം കർത്താവെ. വീണ്ടും പറയുക, കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. ഒരുവൻ പറയാം കരഞ്ഞു കരഞ്ഞ് തളർന്നു പോവുക, അതായത് ഉത്തരം കിട്ടുന്നില്ല, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുക. അതാണ് ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. ഇനി എന്തിനു ദൈവനെ കാത്തിരിക്കുന്നു? ഇത്രയും പ്രശ്നമായി, ഇത്രയായിട്ടും ഒന്നും ദൈവം ഇടപെട്ടിട്ടില്ല, ഇതുവരെയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കിട്ടിയിട്ടില്ല. മാസങ്ങളായി വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായി ഞാൻ നിലവിളിക്കാൻ, എൻ്റെ ദൈവം എന്തുകൊണ്ട് എനിക്കിന് ഉത്തരം തരുന്നില്ല? ഞാൻ കരഞ്ഞു കരഞ്ഞ് മടുത്തു, എൻ്റെ കണ്ണു തരുന്ന ദൈവം കാണുന്നില്ലേ? തമ്പുരാനെ എന്നെ മനസ്സിലാക്കുന്നില്ലേ? ദൈവം ഉണ്ടോ? ശരിക്കും ദൈവം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കാത്തിരിക്കണം, കാത്തിരിക്കണം. കാത്തിരിപ്പിന് അനുഗ്രഹമുണ്ട്, കാത്തിരിപ്പിനെയുള്ള അനുഗ്രഹം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. തമ്പുരാൻ ഇതിനെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 29:11 എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാ, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാ. അതാണ് ഒരുപാട് ജീവിതങ്ങൾ പറയാറുണ്ടല്ലോ. അനുഭവ സാക്ഷിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ അനുഭവ സാക്ഷിയുണ്ട്. കാത്തിരിക്കണം. എൻ്റെ ആത്മീയ മേഖല വരുമ്പോൾ എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വർഷങ്ങൾ കാത്തിരിക്കണം. ഈ അഭിഷേകത്തിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം വരും, തമ്പുരാൻ പ്രവർത്തിക്കും, തമ്പുരാൻ വൈകില്ല, എൻ്റെ ദൈവം വൈകില്ല, ജീവിക്കും ദൈവം. അവൻ്റെ ഒരു പദ്ധതിയുണ്ട്, എന്നെ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയാണ്, അതനുസരിച്ച് ജീവിതം സമർപ്പിക്കുക, തമ്പുരാൻ പ്രവർത്തിക്കും. അവിടെ എടുത്തിയാട്ട് കാര്യം. ഈ തലമുറയുടെ പ്രശ്നം എന്താ? എടുത്തിയാട്ടാ. തമ്പുരാൻ്റെ വചനത്തിന് തമ്പുരാൻ പ്രവർത്തിക്കാൻ സമയം കൊടുക്കില്ല മനുഷ്യൻ. ദൈവം പ്രവർത്തിക്കുന്നത് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ സമയം കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിലവിളിച്ചുകൊണ്ടിരിക്കണം, അനുദപിക്കണം, തെറ്റുകൾ തിരുത്തണം, പശ്ചാത്തപിക്കണം, കരയണം, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ കാണാൻ പറ്റും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം ഏതെങ്കിലും വഴിയിലൂടെയാണ്, നമ്മളൊന്നും പറയുന്ന വഴിയിലൂടെയല്ല, നമ്മളാരും ഉദ്ദേശിക്കുന്ന വഴിയല്ല, തമ്പുരാൻ വ്യത്യസ്തമായ വഴിയാണ്, എളുപ്പ വഴിയാണ്, കൃപയുടെ വഴിയാണ്. ആ വഴിയിലൂടെ വന്ന് നിന്നെ നിന്റെ കുടുംബത്തിൽ ഈ ബന്ധനാവസ്ഥയിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ദൈവം കരകയറ്റിയിട്ട്, അല്ലെങ്കിൽ ദൈവം പറയും, എന്തിനാണ് നിനക്ക് സഹനം തന്നത്? എന്തിനാണ് നിനക്ക് ഈ പീഡനം തന്നത്? എന്തിനാണ് നിനക്ക് ഈ രോഗം തന്നു? എന്തിനാണ് നിനക്ക് അസ്വസ്ഥത വരുത്തി? എന്തിനാണ് നിനക്ക് ദാരിദ്ര്യം തന്നു? അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിലുള്ള നന്മ ദൈവം വെളിപ്പെടുത്തി പറഞ്ഞു തരും. നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരാൻ? അതിന് പിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹപൂർണ്ണമായ പദ്ധതി, രക്ഷാകരമായ പദ്ധതി നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ട് നീ ഒറ്റപ്പെട്ടു? കാരണം ദൈവം വെളിപ്പെടുത്തി തരും. എന്തിനാണ് ദൈവം നിനക്ക് സഹനം തന്നത്? ദൈവം വെളിപ്പെടുത്തി തരും. മനുഷ്യരും പറഞ്ഞ തല കയറില്ല, നമ്മുടെ ആരും തല കയറില്ല, ദൈവം പറഞ്ഞു. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ കാത്തിരിക്കണം, കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പറയാണ്, കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. ഒരു മനുഷ്യൻ പറയുക, എന്തൊരവസ്ഥയാണ്! കാരണം കൂടാ, ഒരു കാരണമില്ലാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതൽ എന്ന് വെച്ച് എണ്ണമറ്റൊന്നു ആയിരക്കണക്കിന് 10,000 ശത്രുക്കളുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് അവൻ പറയുന്നത്. സങ്കീർത്തനം പറയാം, ആയിരക്കണക്കിനല്ല 10,000 ശത്രുക്കളുടെ നടുവിലാണ് നിൽക്കുന്നത്. എങ്ങോട്ടും എല്ലാവരും വെറുക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആർക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരും എന്നെ വെറുക്കുക. അതേ പ്രിയപ്പെട്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സഹനത്തിൻ്റെ, ഈ വചനത്തിൻ്റെ അർത്ഥം ഉന്നതമായ അർത്ഥമാണ്. യേശു ക്രിസ്തു കുരിശ് ചുമന്നുകൊണ്ട് ഗാഗുൽ താമലിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അതായത് അവൻ പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചു, ഇവനെ കുരിശ് തിറക്കുക, ഇവനെ കുരിശ് തിറക്കുക, ഇവന് സംഭവിക്കണം, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, പരിഹസിക്കുക, ഒറ്റപ്പെടുത്തുക. ആ 10,000 ശത്രുക്കളുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരുക. ഞാനപ്പോൾ സംഭവിക്കുന്നത് ഇതേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവം ഉണ്ടാകുമ്പോൾ ഞാനും എന്നെപ്പോലല്ല, ഇതിൻ്റെ 10,000 മടങ്ങ് സഹനത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവിനെ ഞാൻ ധ്യാനിക്കണം. അതാണ് വചനം പറയുന്നത്, കർത്താവിനെ ധ്യാനിക്കണം. ഒറ്റപ്പെട്ടവനായിട്ട് നിന്നവൻ, ഒറ്റപ്പെട്ടവനായിട്ട് 2 കള്ളന്മാരുടെ മധ്യത്തിൽ കുറിച്ച് തൂങ്ങിക്കിടന്ന കർത്താവിൻ്റെ ആ അവസ്ഥ വരിക. അത് വേറൊരു നാശത്തിൻ്റെ അവസ്ഥയല്ല. നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതം അവസാനിച്ചത് കുരിശുമരണം കൊണ്ടല്ല, യേശു ക്രിസ്തു ജീവിതം ആരംഭിച്ചത് കുരിശുമരണം കൊണ്ടാണ്. അതിനുശേഷം ഉത്ഥാന ഉയർപ്പിന് സമയം വരിക, കാത്തിരിക്കുക. പരിശുദ്ധമേ അതുകൊണ്ടല്ലേ കുരിശിൻ്റെ വഴിയിൽ അമ്മ നിരാശപ്പെട്ട് മരിച്ചു പോകുകയോ അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകുകയോ ഓടിപ്പോകുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം, ഈ സഹനത്തിനപ്പുറത്ത് രക്ഷാകരമായ സംഭവം വരാൻ പോവുക, ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോകുന്ന വലിയൊരു സംഭവം വരാൻ പോവുക. പക്ഷെ അതിന് വേണ്ട ഒരു വിശ്വാസം അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അമ്മ കുരിശിൻ്റെ പിന്നാലെ പോകുന്നത്, അമ്മ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കറിയാം, ഇതിനപ്പുറത്ത് ഒരു സംഭവം നടക്കും, ഉയർപ്പ് നടക്കും. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവിൽ നിങ്ങൾ ആ വേദനയെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട്
ശത്രുക്കൾ നടുവിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളായിരിക്കുക. ഒരുപാട് ഒറ്റപ്പെട്ട അവസ്ഥ, കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ടു, എല്ലായിടത്തും ഒറ്റപ്പെടുക. പക്ഷേ ഈ അവസരത്തിൽ നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. ദൈവമേന്ന് വിളിച്ചോട് നിൽക്കണം. കർത്താവിൻ്റെ സമയമുണ്ട്. ജീവിക്കും ദൈവ. തമ്പുരാൻ നിന്നെ കൈവിടില്ല. ഈശോ പറഞ്ഞു, ഒരു കാലത്തും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞ വചനമാണ്. ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വചനം നീ വിശ്വസിക്കണം. അതിന് കർത്താവിനെ വിളിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് വിശ്വാസത്തിൽ നീ ആഴപ്പെടാൻ ദൈവത്തെ മനസ്സ് തുറന്ന് വിളിക്കാനായിട്ട് നീ തയ്യാറാകുക. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളേക്ക് കൃപയൊടുക്കണം കർത്താവേ. സഹനത്തിന് തീയിലാത്തൂടെ പോകുന്ന മക്കൾ, ഒറ്റപ്പെട്ട മക്കൾ, ശത്രുക്കളെ നടുവിൽ നിൽക്കുന്ന മക്കൾ, എനിക്കാരുമില്ലേന്ന് വിളിച്ചു പറയുന്ന മക്കൾ, എൻ്റെ ജീവിതം എല്ലാ വാതിലും അടഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, തളർന്നു എന്ന് പറയുന്ന മക്കൾ, മറ്റൊന്നും ചെയ്യേണ്ട കർത്താവെ, ഞങ്ങൾ വിളിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഈ സമയത്ത് അങ്ങ് പ്രവർത്തിക്കണം. ഈ സമയത്ത് ബന്ധനം അടിക്കണം കർത്താവെ. സാത്താൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളും ദേശത്തെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേ വിളിക്കുന്നു. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ മനസ്സ് തുറന്ന് വിളിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമുക്ക് കർത്താവിനെ വിളിക്കാം, നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് വരട്ടെ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയം കർത്താവ് പ്രവർത്തിക്കും. ഈ വേദന മുഴുവൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാം. ഭക്തിപൂർവ്വം നമുക്ക് കരങ്ങൾ കൊണ്ട് പിടിക്കാം. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ നിലവിളിക്കുന്നു. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. സ്വയങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഈ സമയത്ത് വേദനിക്കുന്ന മക്കൾ സമർപ്പിക്കുന്നു. ആരോരുമില്ലാത്ത മക്കൾ, തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കൾ, സ്വയം തർക്ക ദോഷങ്ങളിൽപ്പെട്ട ജീവിതങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നമുള്ള കുടുംബങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ ചർച്ചയില്ലാത്ത, സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, മക്കളിൽ സ്നേഹം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, പരാതി പറയുന്ന മാതാപിതാക്കൾ, എല്ലാവരും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവ്. രോഗികളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾ, ജോലി പ്രശ്നം അനുഭവിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾ, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലാത്ത മക്കൾ, ഈ സമയത്ത് ഞങ്ങൾ നിലവിളി കേട്ട് കർത്താവേ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, അടയാളം പ്രവർത്തിക്കണം, ബന്ധനം അടിക്കണം കർത്താവ്, കെട്ടടിക്കണം. പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളും. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളും. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചൂരൽ ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമറിയും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ. ഒറ്റപ്പെട്ടവരുണ്ട്, ശത്രുക്കളുടെ നടുവിൽ ജീവിക്കുന്നവരുണ്ട്, പരാതികൾ ജീവൻ നയിക്കുന്ന മക്കളുണ്ട് ദൈവമേ, ദാരിദ്ര്യത്തിന് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, വലിയ പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്ന മക്കൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കരഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട് ദൈവമേ, പരിഹസിക്കുന്ന മക്കളുണ്ട് ദൈവമേ, അപമാനങ്ങളുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവേല ചെയ്യുന്ന മക്കളുണ്ട് സ്വയം ഒത്തിരിയേറെ മാനസിക പീഡനം അനുഭവിക്കുന്ന മക്കൾ കർത്താവ്, അവർക്കെല്ലാം അങ്ങയുടെ ആണിപ്പുറത്തുള്ള കരം നീട്ടിക്കൊടുക്കണമേ. ഉത്തിതനായ കർത്താവേ, തിരുവോസ്തിയിൽ ജീവനോടിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം അവർക്ക് നീട്ടിക്കൊടുക്കണം, ഉയർത്തണം കർത്താവ്.
ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെ നാവു വരളുമ്പോൾ ഹാഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തേടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെ നാവു വരളുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കട്ടെ, രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കരച്ചിൽ കേട്ടവൻ ആത്മദാഹം ജീവിക്കുന്നു. നിന്നെ വിളിക്കുന്നു. പക്ഷം നീറും വേളകളിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെ നാവു വരളുമ്പോൾ ഹാഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീ